إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽപ്പെട്ട കാതിബായിരുന്ന ഹംദല ഇബ്നു റബീഅ അൽ ഉസൈദി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടുമുട്ടിയ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ലഖീനി അബൂബക്കറിൻ ഫഖാല കൈഫ അൻത യാ ഹംദല. ഞാനൊരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കണ്ടുമുട്ടി. അങ്ങനെ കണ്ടുമുട്ടിയ സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, കൈഫ ഹാലുക്, എന്താണ് നിന്റെ വിശേഷം, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഹംദല റളിയല്ലാഹു പറയുകയാണ്, ഖുൽതു, ഞാൻ പറഞ്ഞു, നാഫഖ ഹംദല, ഹംദല മുനാഫിഖായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഹംദല മുനാഫിഖായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മാ തഖൂൽ, നീ എന്താണ് പറയുന്നത്, എത്ര ഗൗരവമുള്ള കാര്യമാണ് നീ മുനാഫിഖായി പോയി എന്നുള്ളത്, നീ എന്താണ് പറയുന്നത് ചോദിച്ചു. അപ്പോൾ ഹംദല റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു, ഞാൻ പറഞ്ഞു, നകൂനു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദക്കിറുനാ ബിൽ ജന്ന വന്നാർ കഅന്ന റഅയ ഐനിൻ. നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലായിരിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് സ്വർഗത്തെ പറ്റിയും നരകത്തെ പറ്റിയെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്ന സന്ദർഭത്തിൽ കണ്ടുകൊണ്ട് കാണുന്നത് പോലെ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടാകും, അതിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകും. ഫൈദാ ഖറജ്നാ മിൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന്, ദീനിയായിട്ടുള്ള മജ്ലിസിൽ നിന്ന് നാം പുറപ്പെട്ടു കഴിഞ്ഞാൽ, അഫസ്നൽ അസ്വാജ വൽ ഔലാദ വദ്ദൈആത്ത്, അങ്ങനെ നമ്മുടെ ഇണകളുമായിട്ടും അതുപോലെ തന്നെ മക്കളുമായിട്ടുള്ള കളിചിരി തമാശകളിലും അതുപോലെ കച്ചവടത്തിന്റെ തിരക്കുകളിലുമെല്ലാം ആയിക്കഴിഞ്ഞാൽ, ഫനസീന കസീറൻ, നാം ധാരാളം മറക്കുന്നു. പരലോകത്തെ കുറിച്ചുള്ള ചിന്തയിൽ ധാരാളം കാര്യങ്ങൾ വിട്ടുപോകുന്നു. നരകസ്വർഗങ്ങളെ കുറിച്ചുള്ള ബോധത്തിൽ ധാരാളം കാര്യങ്ങൾ നമ്മിൽ നിന്ന് മറന്നു പോകുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞു. ഖാല അബൂബക്കർ, ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നാ ലനൽഖാ മിസ്ല ഹാദാ, നമുക്കും അങ്ങനെ തന്നെയാണല്ലോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് നിഫാഖിന്റെ അടയാളമായിട്ടാണ് ഹംദല റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത്. എന്നിട്ട് ഹംദല റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ ഞാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് നാഫഖ ഹംദല, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹംദല മുനാഫിഖായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതേ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ ദാക്, എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം, നീ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ഹംദല റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നകൂനു ഇൻദക് തുദക്കിറുനാ ബിന്നാരി വൽ ജന്ന ഹത്താ കഅന്ന റഅയൽ ഐൻ, താങ്കളുടെ സദസ്സിലിരിക്കുമ്പോൾ റസൂലേ, സ്വർഗവും നരകത്തെയും കുറിച്ച് താങ്കൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് കണ്ണുകൊണ്ട് കാണുന്നത് പോലെയാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെ ഇണകളുടെ അടുക്കിലേക്കും മക്കളുടെ അടുക്കിലേക്കും കച്ചവടത്തിനെയും മറ്റും തിരക്കിലേക്കും പോയി കഴിയുമ്പോൾ ധാരാളം കാര്യങ്ങൾ ഞങ്ങൾ മറന്നുപോകുന്നു. ഇത് നിഫാഖല്ലേ, നിഫാഖിന്റെ അടയാളമല്ലേ എന്ന നിലക്ക് ഹംദല റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംദല റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞ വാക്ക്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ഇല്ലൗ അന്നകും തദൂമൂന അലാ മാ യകൂനൂന ഇൻദി വഫി الذിക്ർ,
എന്റെ സദസ്സിലിരിക്കുമ്പോൾ, എന്റെ അടുക്കലിരിക്കുമ്പോൾ ആ സമയത്തുള്ള പരലോകത്തെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ പോലെയാണ് നിങ്ങൾ എല്ലാ സമയത്തും ഉള്ളത് എങ്കിൽ, എല്ലാ സമയത്തും അതുപോലെയാണ് എങ്കിൽ ലസാഫഹത്കുമുൽ മലായിക അലാ ഫുറുഷിക്കും വഫീ തുറുഖിക്കും, നിങ്ങളെ വന്ന് മലക്കുകൾ ഹസ്തദാനം ചെയ്യുന്നതാണ്. നിങ്ങളുടെ കിടപ്പറയിൽ വെച്ചും നിങ്ങൾ പോകുന്ന വഴിയിൽ വെച്ചുമെല്ലാം മലക്കുകൾ നിങ്ങൾക്ക് ഹസ്തദാനം ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വലാകിൻ യാ ഹംദല, പക്ഷേ ഹംദല സാഅതൻ വസാഅ സാഅതൻ വസാഅ സാഅതൻ വസാഅ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ഹംദല, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, ഈ ഒരു സംഭവത്തിൽ നിന്ന് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട, അവൻ ചിന്തിക്കേണ്ട, അവന്റെ ജീവിതത്തിൽ പകർത്തേണ്ട പ്രധാനപ്പെട്ട ചില പാഠങ്ങളുണ്ട്. ഒന്നാമത്തേത് സഹോദരങ്ങളെ, സ്വഹാബികൾ, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള, അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ട് പഠിച്ച് പ്രാവർത്തികമാക്കിയ ആ സ്വഹാബികൾ എത്രത്തോളം നിഫാഖിനെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്, എത്രത്തോളം അവർ കപടതയെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇബ്നു അബി മുലൈക റഹിമഹുല്ലാ, താബിഈ ശ്രേഷ്ഠൻ, അദ്ദേഹം പറയുന്നുണ്ട്, അദ്റക്തു 30 മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ 30ഓളം ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. മാ മിൻഹും മിൻ അഹദിൻ യഖൂൽ ഇന്നഹു അലാ ഈമാനി ജിബ്രീൽ വ മീകായിൽ, അവരൊരാൾ പോലും പറഞ്ഞിട്ടില്ല അവർ ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഈമാനിലുള്ള ആളുകളാണെന്ന്. അവരെല്ലാവരും നിഫാഖിനെ ഭയപ്പെട്ടിരുന്നു. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ശ്രേഷ്ഠരായ സ്വഹാബികളും ഉണ്ടായിട്ടുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, നാം എത്രയാണ് നിഫാഖിനെ ഭയപ്പെടുന്നത്? നമ്മുടെ ഈമാനിൽ കപടതയുണ്ടോ? അള്ളാഹുവിനോട് കാണിക്കുന്ന സിദ്ഖിൽ വീഴ്ചയുണ്ടോ എന്നുള്ളത് നാം എത്രത്തോളമാണ് ഭയപ്പെട്ടിട്ടുള്ളത്? നാം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്? ഹസൻ ബസ്രി റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞ ഈ വാക്ക് ഗൗരവത്തിൽ നാം കേൾക്കുക. മാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ വലാ അമിനഹു ഇല്ലാ മുനാഫിഖ്. നിഫാഖിനെ പറ്റി പറയുകയാണ്, മുഅ്മിൻ അല്ലാതെ നിഫാഖിനെ ഭയപ്പെടുകയില്ല, മുനാഫിഖല്ലാതെ നിഫാഖിനെ തൊട്ട് നിർഭയനായി ജീവിക്കുകയുമില്ല എന്നുള്ളത്. മറ്റൊരു പാഠം സഹോദരങ്ങളെ, ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സ്വഹാബികളെ യഖീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആനിന്റെ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും സ്വർഗ്ഗ നരകങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, അവിടുത്തെ വിശേഷണങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, പരലോകത്തെ കുറിച്ച് കേൾക്കുമ്പോഴെല്ലാം അവർക്കുണ്ടായിരുന്ന യഖീൻ, ഹൻദല റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഖൽബിന്റെ കണ്ടുകൊണ്ടായിരുന്നു അവർ ആ വിശ്വാസത്തെ സ്വീകരിച്ചിരുന്നത്. അവർക്ക് ലഭിച്ച ഇൽമ് ആ യഖീനിന്റെ ദൃഢമായിട്ടുള്ള വിശ്വാസമായി അവർ മാറ്റിയിരുന്നു. ഇത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിശേഷണം പറയുന്നിടത്ത് പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന അസ്സലാഹ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ, നിസ്കാരം നിലനിർത്തുന്നവർ, അവർക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവർ. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. നിനക്കിറക്കപ്പെട്ടതിലും നിനക്ക് മുമ്പ് ഇറക്കപ്പെട്ടതിലും വിശ്വസിക്കുന്ന, പരലോകത്തിന്റെ വിഷയത്തിൽ യഖീനുള്ള ദൃഢമായ വിശ്വാസമുള്ള ആളുകളാണ് മുഅ്മിനീങ്ങൾ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. സ്വഹാബികളുടെ യഖീൻ നാം പരിശോധിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ സഹോദരങ്ങളെ നോക്കൂ, ഹംദല റളിയല്ലാഹു അൻഹു അനുവദനീയമായിട്ടുള്ള മുബാഹായിട്ടുള്ള കാര്യമാണ് തന്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ സമയം ചെലവഴിക്കുക, കച്ചവടം ചെയ്യുക, അല്ലെങ്കിൽ ഉപജീവനം തേടുക എന്നുള്ളത് അനുവദനീയമായ, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ആ കാര്യത്തിൽ പോലും പോകുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തിനെ കുറിച്ചുമുള്ള ദിക്റിൽ നിന്ന് കുറഞ്ഞപ്പോൾ തന്നെ, കുറച്ച് സംഭവിച്ചപ്പോൾ തന്നെ ഹൻദല റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടത് ആലോചിച്ചു നോക്കൂ, നിഫാഖിനെ ഭയപ്പെട്ടത് ആലോചിച്ചു നോക്കൂ. എത്രയെത്ര ആളുകളാണ് ഹറാമുകൾ ഒരു മടിയുമില്ലാതെ ചെയ്തിട്ടും, ഹറാമുകളിൽ ജീവിതം മുഴുകിയിട്ടും തന്റെ ഈമാനിൽ തെറ്റിയിട്ടുണ്ടോ, താൻ നിഫാഖിലായിട്ടുണ്ടോ എന്ന് ഭയപ്പെടാതെ ജീവിക്കുന്നത്, തനിക്ക് ഗഫ്ലത്ത് ബാധിച്ചത് അറിയാതെ ജീവിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു നോക്കൂ, വലഖദ് ദറഅനാ ലിജഹന്നം കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. തീർച്ചയായിട്ടും നരകത്തെ നാം നിറക്കുക തന്നെ ചെയ്യും. നിറക്കുന്നതാണ് ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും വലിയ വിഭാഗത്തെ കൊണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് കൽബുകളുണ്ട്. ആ നരകാവകാശികളാകുന്ന ആളുകൾ അവർ അതിനെക്കുറിച്ച് അതുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്, അവർ കണ്ട് മനസ്സിലാക്കുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് കാതുകളുണ്ട്, അവർ അതുകൊണ്ട് കേട്ട് മനസ്സിലാക്കുന്നില്ല. ഉലൈക കൽ അൻആം. അവരതാ കന്നുകാലികളെ പോലെയാണ്. ബൽഹും അദൽ. അല്ല, അതിനേക്കാൾ വഴികേടിലായവരാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവരാണ് ഗഫ്ലത്ത് ബാധിച്ച ആളുകൾ, അശ്രദ്ധയിലായി ജീവിക്കുന്ന ആളുകൾ എന്നുള്ളത്. ഇനി സഹോദരങ്ങളെ,
ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഹാബിക്ക്, നിഫാഖിനെ ഭയപ്പെട്ട ഈ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്ത മറുപടിയിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ടും അള്ളാഹുവിനുള്ള അനുസരണം കൊണ്ടും ഒരു മനുഷ്യൻ എത്തിച്ചേരുന്ന മർത്തബ മലക്കുകളോട് അടുത്തിട്ടുള്ള മർത്തബയാണ്, മലക്കുകളോട് അടുത്തിട്ടുള്ള മർത്തബയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ച് ഹറാമുകൾ മുഴുകി ജീവിക്കുന്നതോടുകൂടി ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നത് മൃഗങ്ങളുടെ അവസ്ഥയിലാണ്, മൃഗീയമായ നിലക്കാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളെങ്ങാനും എല്ലാ സമയത്തും ഒരുപോലെ അള്ളാഹുവിനെ ഓർക്കുന്ന നരക സ്വർഗത്തെക്കുറിച്ച് ഒരു ദീനിയായ മജ്ലിസിൽ ഹദീസുകൾ കേൾക്കുമ്പോൾ, ആയത്തുകൾ കേൾക്കുമ്പോൾ ഓർക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ഇണകളടുത്താകുമ്പോഴും കച്ചവട സ്ഥലത്തും എല്ലായിടത്തും ഒരുപോലെയാണ് എങ്കിൽ നിങ്ങൾ മലക്കുകളെ പോലെയാകും. അതുകൊണ്ടാണ് മലക്കുകൾ നിങ്ങളുടെ അടുക്കൽ വന്ന് ലസാഫഹത്തുമുൽ മലായിക അലാ ഫുറുഷിക്കും വഫീ തുർഖിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ ചിന്തിക്കുക, നാം ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു സംഭവത്തിലൂടെ, ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു സംഭവത്തിലൂടെ നാം ചിന്തിക്കേണ്ടത്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു സംഭവത്തിൽ സ്വഹാബികൾ എത്രത്തോളം നിഫാഖിനെ ഭയപ്പെട്ടിരുന്നു എന്നും അവർക്ക് പരലോകത്തുള്ള യഖീനിന്റെ അളവ് എത്രത്തോളമാണ് എന്നും അതുപോലെ തന്നെ മുബാഹായ കാര്യങ്ങളിൽ പോലും അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തിനെ കുറിച്ചും ദിക്റിലെ കുറവ് വന്നത് എത്രത്തോളം അവരെ സ്വാധീനിച്ചിരുന്നു, അവരെ അശ്രദ്ധരായി ബാധിച്ചിരുന്നുവോ എന്ന് ഭയപ്പെട്ടും നാം മനസ്സിലാക്കി. അതുപോലെ അള്ളാഹുവിനുള്ള അനുസരണത്തിൽ ഒരാൾ മലക്കുകളുടെ ദറജയിലേക്കാണ് അടുക്കുക എന്നും അതല്ല എങ്കിൽ മൃഗീയമായ അവസ്ഥയിലാണ് അവർ ആയിത്തീരുക എന്നും പറഞ്ഞു. എന്നാൽ സഹോദരങ്ങളെ നോക്കൂ, മലക്കുകളെ പോലെയാകാൻ മനുഷ്യനാകില്ല. കാരണം മലക്കുകൾക്ക് വിചാരങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല, അവർക്ക് ഇണകളോ സന്താനങ്ങളോ വെച്ചിട്ടില്ല, ഉപജീവനം നേടേണ്ട, കച്ചവടം ചെയ്യേണ്ട മറ്റു പല സാഹചര്യങ്ങളും അവർക്കില്ല. അള്ളാഹുവിനുള്ള അനുസരണം മാത്രമാണ് അവരുടെ ജോലി. അതിലാണെങ്കിലോ അവർക്കൊരു മടുപ്പും സംഭവിക്കുകയില്ല. അപ്പൊ മനുഷ്യൻ എങ്ങനെയാണ് ഈ കാര്യത്തെ മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചുള്ള ദിക്റിന്റെ ഉന്നതിയിലെത്തുകയും അതുപോലെ തന്നെ ദുനിയാവിലുള്ള ഹക്കുകൾ വീട്ടിക്കൊടുക്കുകയും ചെയ്യുക? അതാണ് ഈ ഹദീസിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൻദല റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്ത വാക്ക്, യാ ഹൻദല, ഏ ഹൻദല, സാഅതൻ വസാഅ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്, ഓരോന്നിനും അതിൻ്റെതായ സമയം നീ നീക്കിക്കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത്. നോക്കൂ, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹുവിന്റെ വീട്ടിൽ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ഭാര്യ ഉമ്മു ദർദാ വളരെ വിഷമത്തിലായിക്കൊണ്ട്, അബൂ ദർദാ പകൽ മുഴുവൻ നോമ്പായിട്ടും രാത്രി മുഴുവൻ നിസ്കാരമായിട്ടും തന്റെ ഭൗതികമായിട്ടുള്ള ഒരു ആവശ്യങ്ങളും നിർവഹിക്കാത്ത അവസ്ഥയിലാണെന്ന് അറിഞ്ഞപ്പോൾ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹുവിനോട് പറഞ്ഞ വാക്ക്, ഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖൻ, നിന്റെ സ്വന്തത്തിന് നീ ചില അവകാശങ്ങൾ വീട്ടിക്കൊടുക്കേണ്ടതുണ്ട്. വലി റബ്ബിക അലൈക ഹഖ്ഖൻ, നിന്റെ റബ്ബിന് നീ വീട്ടിക്കൊടുക്കേണ്ട അവകാശം കൊണ്ടുണ്ട്. വലി ദൈഫിക അലൈക ഹഖ്ഖൻ, നിനക്ക് വരുന്ന അതിഥികൾക്ക് നീ വീട്ടിക്കൊടുക്കേണ്ട അവകാശമുണ്ട്. വ ഇന്ന ലി അഹ്ലിക അലൈക ഹഖ്ഖൻ, നിന്റെ കുടുംബത്തിന് നീ വീട്ടിക്കൊടുക്കേണ്ട അവകാശമുണ്ട്, നിന്നിൽ നിന്ന് ലഭിക്കേണ്ട അവകാശമുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഫഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖ, ഓരോ ആളുകൾക്കും അവരുടെ അവകാശങ്ങൾ നീ വീട്ടിക്കൊടുക്കുക. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിഞ്ഞപ്പോൾ പറഞ്ഞു, സദഖ സൽമാൻ, സൽമാൻ അതാ സത്യം പറഞ്ഞിരിക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ടത്. സാഅതൻ വസാഅ, ഓരോന്നിനും അതിൻ്റെതായ സമയം. എല്ലാ സമയവും ഏതെങ്കിലും ദീനിയായ മജ്ലിസിൽ ഇരിക്കുമ്പോഴുണ്ടാകുന്ന പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയും ദിക്റും അതിന്റെ ഉന്നതിയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മുബാഹായ കാര്യങ്ങൾ മുഴുകുമ്പോൾ അതിൽ ചില കുറവുകളുണ്ടെങ്കിലും ആ ഹക്കുകൾ വീട്ടിക്കൊടുക്കുന്നതിൽ നാം വീഴ്ച വരുത്താൻ പാടില്ല. ഗഫ്ലത്തിലാകാനോ ഹറാമായതിൽ മുഴുകാനോ പൂർണ്ണമായി അശ്രദ്ധയിലാകണമോ എന്നല്ല അതിന്റെ അർത്ഥം. കുറച്ച് സമയം മുബാഹായ കാര്യങ്ങളിൽ വിട്ടുകൊടുക്കുന്നത് കൊണ്ട്, അതിൽ എന്തെങ്കിലും കുറവ് വരുത്തുന്നത് കൊണ്ട് അതൊരാളുടെ നിഫാഖിന്റെ അടയാളമല്ല, അത് മാനുഷികമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, ഇബാദത്തിൽ തുടർച്ചയായി മുഴുകുന്നതിലൂടെ അല്ലെങ്കിൽ തുടർച്ചയായി അതിര് കവിഞ്ഞു പോകുന്നതിലൂടെ ശരീരത്തിന് മടുക്കുന്നത് പോലെ കൽബിനും മടുപ്പ് സംഭവിക്കും. അതുകൊണ്ട് തന്നെ മുബാഹായ കാര്യങ്ങളിൽ ചില സമയം നൽകുക എന്നുള്ളത് കൽബിന് നൽകുന്ന റാഹത്താണ്, ആശ്വാസമാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് കാണാം, റവ്വിഹു അൽ ഖുലൂബ സാഅതൻ, നിങ്ങൾ കുറച്ച് സമയം നിങ്ങളുടെ കൽബുകൾക്ക് ആശ്വാസം നൽകണം, കൽബുകൾക്ക് ആശ്വാസം നൽകണം. ഫഇന്നഹാ ഇദാ ഉക്രിഹത് അമിയത്, നിങ്ങൾ അതിനെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അതിന് അന്ധത ബാധിക്കേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ,
ഈ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം സാഅതൻ വസാഅ, ഓരോന്നിനും അതിൻ്റെതായ സമയം നൽകിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള ഹക്കും സൃഷ്ടികളോടുള്ള ഹക്കും ഒരുപോലെ വീട്ടിക്കൊടുക്കുന്ന ആളുകളാവുമ്പോഴാണ് യഥാർത്ഥ ഈമാനിന്റെ അവസ്ഥയിൽ നാം എത്തിച്ചേരുക, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുന്ന ആളുകളായി നാം തീരുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.